സംസ്ഥാനത്ത് യു.ഡി.എഫ് തരംഗം ആഞ്ഞു വീശുന്നുവെന്ന് ഷാഫി പറമ്പിൽ എം.പി. യു.ഡി.എഫ് സ്ഥാനാർത്ഥി ഷിബു തെക്കുംപുറത്തിന്റെ വിജയത്തിനായി നടത്തിയ റോഡ് ഷോയ്ക്ക് ശേഷം ചെറിയ പള്ളിത്താഴത്ത് നടന്ന സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോതമംഗലത്ത് നിന്നും യു.ഡി.എഫ് സ്ഥാനാർത്ഥി ഷിബു തെക്കുംപുറം വൻ വിജയം നേടുമെന്നും യു.ഡി.എഫ് തരംഗം കോതമംഗലത്ത് ആഞ്ഞടിക്കുമെന്നും കെ.പി.സി.സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എം.പി. പറഞ്ഞു. നെല്ലിക്കുഴി പഞ്ചായത്തിലെ ഇരുമലപ്പടിയിൽ നിന്നും യു.ഡി.എഫ് സ്ഥാനാർത്ഥി ഷിബു തെക്കുംപുറത്തിന്റെ വിജയത്തിനായി നടത്തിയ റോഡ് ഷോയ്ക്ക് ശേഷം ചെറിയ പള്ളിത്താഴത്ത് നടന്ന സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 വർഷക്കാലത്തെ പിണറായി വിജയന്റെ ജനദ്രോഹ ഭരണത്തിനെതിരെ കേരളത്തിൽ ആഞ്ഞുവീശുന്ന ജനാഭിപ്രായമാണ് ഇടതുമുന്നണിയെ മാറ്റി യു.ഡി.എഫിനെ അധികാരത്തിലെത്തിക്കുക എന്നത്. 10 വർഷമായി കോതമംഗലത്തെ നയിക്കുന്ന ഇടത് എം.എൽ.എ വിവിധ പദ്ധതികളുടെ പാഴ്വാക്ക് പ്രഖ്യാപനങ്ങൾ നടത്തുന്നതല്ലാതെ സാക്ഷാത്കാരത്തിനായി ഒന്നും ചെയ്യുന്നില്ലെന്നും ഷാഫി പറമ്പിൽ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും യു.ഡി.എഫ് ഉജ്ജ്വല വിജയം നേടിയത് പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള ജനങ്ങളുടെ വിധിയെഴുത്തായിരുന്നുവെന്നും ഷാഫി പറഞ്ഞു. പലരും അധികാരത്തിന്റെ പുറകെ പോയപ്പോ നിൽക്കുകയാണെങ്കിൽ യു.ഡി.എഫിനെ നിൽക്കുകയുള്ളൂ, നിൽക്കുകയാണെങ്കിൽ കോതമംഗലത്തെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളെ നിങ്ങൾ ഇനി കൈവിടരുത്, കൈവിടില്ലല്ലോ. ഇലക്ഷൻ കമ്മിറ്റി മുഖ്യ രക്ഷാധികാരി ടി.യു. കുരുവിള, ചെയർമാൻ ഷമീർ പനക്കൻ, ജനറൽ കൺവീനർ ഇബ്രാഹിം കവലയിൽ, സെക്രട്ടറി ബാബു ഏലിയാസ്, യു.ഡി.എഫ് ഇലക്ഷൻ കമ്മിറ്റി നിയോജകമണ്ഡലം നിരീക്ഷകൻ ബോബൻ ജേക്കബ്, യു.ഡി.എഫ് നിയോജകമണ്ഡലം ഇലക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ എ.ജി. ജോർജ്, കെ.പി. ബാബു, പി.കെ. മൊയ്തു, പി.എം. സക്കറിയ, എ.ടി. പൗലോസ്, മാത്യു ജോസഫ്, എ.സി. രാജശേഖരൻ, എം.എസ്. എൽദോസ്, അബു മൊയ്തീൻ, ഭാനുമതി രാജു, ജെസി സാജു, പ്രിൻസ് വർക്കി, പി.സി. ജോർജ്, ബാബു പോൾ, സി.കെ. സത്യൻ, എൻ.സി. ചെറിയാൻ, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, നഗരസഭാ അംഗങ്ങൾ, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വാദിമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് റോഡ് ഷോ നടന്നത്. നൂറുകണക്കിന് ആളുകളും പ്രവർത്തകരും റോഡ് ഷോയിൽ അണിചേർന്നു. ന്യൂസ് ഡെസ്ക്, KCV ന്യൂസ്.